അല്ല അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ, നമുക്ക് എപ്പോഴെങ്കിലും നമ്മളുടെ ഉള്ളിൽ എന്താണ് കടന്നു പോകുന്നത് എന്നുള്ളത് ആളുകൾ അറിഞ്ഞോട്ടെ എന്ന് ചിന്തിച്ചുകൂടെ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ആളുകൾ നമ്മളെക്കുറിച്ച് തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്, നമ്മളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ തെറ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ മകനോട് എനിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്താണ് ഉള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലോ. എനിക്ക് ഡെഫിനറ്റ്ലി റയൻ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ നമ്പർ 1 എപ്പോഴും റയനാണ്. അതിലൊരു മാറ്റമില്ല. അവന് വേണ്ടി എന്തും ചെയ്യാനും ഞാൻ തയ്യാറാണ്. അപ്പം ബേസിക്കലി എനിക്കുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ മകനെ നോക്കാത്തവൻ എന്നാണ് എനിക്കുള്ളത്. ഞാനത് ഒരുപാട് കമന്റുകൾ, സ്വന്തം മകനെ തിരിഞ്ഞ് നോക്കാത്തവൻ. ആക്ച്വലി റയാനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്നത് റയാന് 2 വയസ്സ് കഴിഞ്ഞ ദിവസമാണ്. 2 വയസ്സ് കഴിയുന്നത് ഫെബ്രുവരിയിലും റയാൻ എൻ്റെ അടുത്ത് നിന്ന് പോകുന്ന ഒരു മാർച്ച് ഏപ്രിൽ സമയത്താണ്. ഇനി ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല. അന്ന് തൊട്ട് ഞാൻ റയാനെ കൃത്യമായി പോയി കാണാനും മിക്കവാറും എല്ലാ മാസങ്ങളിലും ബാംഗ്ലൂരിലാണ് പോകുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഫിനാൻഷ്യലി ഇത്ര സ്റ്റേബിൾ ഒന്നും അല്ല, എപ്പോഴും ബാംഗ്ലൂർ പോകാനൊന്നും ഉള്ള സാമ്പത്തിക ശേഷിയില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ മാക്സിമം റയാനായിട്ട് പോകും. അവിടെ നിൽക്കാറുണ്ട്. ഞാൻ അവിടെ പോയി നിന്ന് അവനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്രാജ്വലി ഞാനും എൻ്റെ മുൻ ഭാര്യയും തമ്മിൽ വർക്കാവില്ല എന്നുള്ളൊരു സാഹചര്യം എത്തിയല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങൾ തമ്മിലാകും. പിന്നെ എന്നെ മകനെ കാണിക്കാതിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. അതാണ് സത്യം.